അരി അരച്ച് കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേർക്ക് കട്ടിയായി പോകുന്നൊരു പരാതിയുണ്ട്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിന് വേണ്ടി ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ചൂട് വെള്ളത്തിൽ വേണം അരി കുതിരാനായിട്ട് ഇടേണ്ടത്. ഒരു 5 മണിക്കൂറെങ്കിലും കുതിരണം കേട്ടോ. നല്ല കട്ടിയുള്ള 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെക്കുക. അരിയുടെ വെള്ളം കളഞ്ഞതിന് ശേഷം 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് അരി നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വേണം. ഇനി സെയിം മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ഒരു വലിയ മുട്ടയും 1 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് അരച്ചുകൊണ്ട് വരിക. ഇത് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാൽ വാഷ് ഔട്ട് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു ഉപ്പും ഏലക്കാപ്പൊടിയും ചേർത്ത് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിതിനെ കട്ടിയുള്ള ഒരു തുണിയിലൂടെ അരച്ചെടുക്കണം. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. നമ്മൾ ഇതുപോലെ അരിക്കുമ്പോൾ എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ അത് മാറി നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. സാധാരണ എല്ലാവരും അരിപ്പയിലൂടെ മാത്രമാണ് അരിക്കുന്നത്, അതുകൊണ്ടാണ് കട്ടിയായി പോകുന്നത്. തരി ഉള്ളത് കൊണ്ടാണ് കട്ടിയായി പോകുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. ഇനി ഇത് നെയ്യ് തടവിയ ഒരു പ്ലേറ്റിലൊഴിച്ച് 20 മിനിറ്റോളം ആവി കയറ്റിയെടുക്കാം. നല്ല പഞ്ഞി പോലെയുള്ള കിണ്ണത്തപ്പം കിട്ടും ഉറപ്പായിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ.